അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം മഹീന്ദ്ര താറിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ വന്നിരിക്കുകയാണ്. ഇതിന് മുമ്പ് ഒരു സ്പെഷ്യൽ എഡിഷൻ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് എഡിഷൻ വന്ന ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിരുന്നു പറഞ്ഞായിരുന്നു. അതിനുശേഷം പുതിയ താർ വന്നു. അത് പഴയ ക്ലാസിക് താറിലായിരുന്നു വന്നത്. പുതിയ താർ വന്നതിന് ശേഷം ഒരു 2 കളർ വേരിയൻസ് ആയിരുന്നു ഒരു പുതിയതായിട്ട് അവർക്ക്, ഒരു ബ്രൗൺ കളർ ഒരു വൈറ്റും. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു എർത്ത് എഡിഷനാണ് കേട്ടോ. എർത്ത് എഡിഷൻ്റെ ഒരു പുതിയ കളറോട് കൂടിയാണ് എർത്ത് എഡിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കാണുന്ന കളറാണ് വന്നിരിക്കുന്നത്. സാറ്റിൻ മാറ്റിൽ വരുന്ന ഡെസേർട്ട് ഫ്യൂരി എന്ന് പറയുന്ന ഒരു കളറിലായിട്ട് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് എർത്ത് എഡിഷൻ്റെ കുറേ ബാഡ്ജിങ്ങുകളും അതുപോലെ കളർ തീമുകളും ഇൻറ്റീരിയറിലാണെങ്കിൽ ഡ്യുവൽ ഇൻറ്റീരിയർ കളറും എല്ലാം ചേർത്തിണക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയൊരു ഷെയ്ഡിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കളറും വന്നിരിക്കുന്നതും അതുപോലെ തന്നെ ബാഡ്ജിങ്ങുകളാണ് കൂടുതൽ വന്നിരിക്കുന്നത്. എക്സ്റ്റേണൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഗ്രില്ലിൽ അവർ ആ ബോഡി കളർ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താറിൻ്റെ അലോയ് വീൽസിൽ താറിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതും കളർ നേരത്തെ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ആ ഒരു ഇൻസേർട്ടിൻ്റെ ആ ഒരു കളർ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഡെസേർട്ട് ഫ്യൂരി എന്ന് പറയുന്ന അല്ലെങ്കിൽ സാൻഡ് സ്റ്റോം ആ ഒരു ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രില്ലിലും അതേ ഇൻസേർട്ട്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ORVMൽ അവർ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബാഡ്ജിങ് അല്ലെങ്കിൽ ആ ഒരു കളറോട് താറിനുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേണൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇതൊക്കെ. ഇൻറ്റേർണലിൽ നോക്കുകയാണെങ്കിൽ സീറ്റുകളാണ് പുതിയ സീറ്റുകളാണ് വന്നിരിക്കുന്നത്. ആ എർത്ത് ബാഡ്ജിങ് വരുന്ന സീറ്റുകളും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് അതുപോലെ തന്നെ ഡ്യുവൽ ഷെയ്ഡ് വരുന്നതാണെങ്കിലും അതുപോലെ തന്നെ AC വെൻറ്റുകളിലും ഡ്യുവൽ ഷെയ്ഡൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ സ്പോക്കിലും ആ ഒരു ഇൻസേർട്ടിൻ്റെ ആ ഒരു കളർ കൂടെ ആയിട്ട് വന്നിരിക്കുന്നത്. നേരത്തെ ബ്ലാക്ക് ആയിരുന്നു എന്ന് ഇപ്പോൾ ബോഡി കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡോർ പാഡിൽ എർത്തിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് AC-യുടെ വെൻറ്റുകൾ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു ബോഡി കളർ തന്നെ AC-ൻ്റെ വെൻറ്റിൻ്റെ സറൗണ്ടിങ്ങിന് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ഷെയ്ഡിലാണ് വന്നത്. അതുപോലെ തന്നെ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റും ആ ഒരു എർത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡെസേർട്ടിൻ്റെ നിങ്ങൾക്ക് ഫ്രണ്ട് എക്സ്റ്റീരിയർ നോക്കി കാണാൻ പറ്റും. 4x4 ബാഡ്ജിങ് കൊടുത്തിരിക്കുന്ന മാറ്റാണ്. അതുപോലെ തന്നെ 2 ഡോറിലും ഫ്രണ്ട് ഡോറുകളിൽ രണ്ടിലും വരുന്ന ഡെസേർട്ടിൻ്റെ ഒരു തീം ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രാഫിക്സ് തന്നെ ഹെഡ് റെസ്റ്റിലും അത് സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റുകളിലും വരുന്നുണ്ട്. 4 സീറ്റാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വണ്ടി നോക്കി കഴിഞ്ഞാൽ പെട്രോൾ ഡീസൽ വേരിയൻറ്റിലും മൊത്തം 4 വേരിയൻ്റാണ് വരുന്നത്. മാനുവലും ഓട്ടോമാറ്റിക്കും ആയിട്ടുള്ള പെട്രോളിൻ്റെ 2 അതുപോലെ ഡീസലിൻ്റെയും വേർഷനാണ് കേട്ടോ വരുന്നത്. വിലയുടെ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പഴയ താറ് 11.25 ലക്ഷം തൊട്ട് 17-20 വരെ ആയിരുന്നെങ്കിൽ ഇത് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ലക്ഷത്തിന് മുകളിലേക്കാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ്. 15-40 സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമുക്ക് പെട്രോൾ മാനുവൽ വരുന്നത്. അതുപോലെ തന്നെ ഡീസൽ മാനുവലാണെങ്കിൽ 16,15,000 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ പെട്രോളിൻ്റെ ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്ക് 16,99,000 രൂപയും പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്ക് 17,60,000 രൂപയാണ് കേട്ടോ വരുന്നത്.